അതെ, ഷമീറിനൊപ്പമായിരുന്നു. സംഭവം ഇതിനെ ഇന്ന് രാവിലെ 11 മണിയായപ്പം എൻ്റെ രണ്ടാമത്തെ മോൻ വിളിച്ചെന്നെ പറയുന്നതിൽ അവിടെ അവിടെ തീ പിടുത്തമുണ്ടായി. അങ്ങനെ കേട്ടിരുന്നുകൊണ്ടിരിക്കുന്ന മറ്റേ ഷമീർ മരിച്ചു, ആ ചാടി രക്ഷപ്പെട്ടു, കാലിനോട് കൊണ്ട് എന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നാടെല്ലാം ഫ്ലാഷായി, എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ്. ഒരു വിവരവും പറഞ്ഞിട്ടില്ല. വിളിച്ച് ഇപ്പം ഒരു 5 മിനിറ്റ് ആയിട്ട് വിളിച്ചായിരുന്നു. വിളിച്ച് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ, വലിയ കുഴപ്പമൊന്നുമില്ല, കാലോട് കൊണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ, അത് അവിടുത്തെ ചികിത്സ കഴിഞ്ഞേ വരാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ കാര്യങ്ങളുണ്ടെല്ലാം കഴിഞ്ഞേ വരാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഷമീർ അത് അങ്ങനെ വിളിച്ച് പറയാൻ കാരണം ഷമീറിനെ അറിയാവുന്ന അതിൽ വിളിച്ച് പറഞ്ഞത്. എങ്ങനെ നമ്മളിപ്പോൾ ന്യൂസ് കണ്ടിരിക്കുമ്പോൾ 11 മലയാളീസ് എന്നാണ് പറഞ്ഞത്. അവിടുന്ന് റിപ്പോർട്ടും പറയുന്നില്ല. ആ, അത് ഹോസ്പിറ്റലിൽ കിടക്കുമല്ലേ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, മലയാളി കമ്പനിയാണ്. എന്നാൽ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് മലയാളി കമ്പനിയാണ്. വന്നിട്ട് പോയി കല്യാണം കഴിച്ചിട്ട് പോയതാണ്. അതെ, ഷമീറിനെ കല്യാണം കഴിച്ചിട്ട് പോയതാണ്. എങ്ങനെ ചികിത്സ നല്ലോണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എംബസിയായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും അറിയിച്ചില്ല. ഇല്ല, വിളിച്ചില്ല, ആരും വിളിച്ചിട്ടില്ല. ഇല്ല. നജീം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവത്തിനൊരു രാവിലെ ഒരു സംഭവം അറിഞ്ഞപ്പം വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പിന്നെ അതിനുശേഷം നജീം ഷമീർ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അതിനൊക്കെ ഒരു ഷോക്കായി. പിന്നെ നജീം സാഹസികമായി രക്ഷപ്പെട്ടു. അതുതന്നെ വലിയൊരു പിന്നെ പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ചപ്പം വലിയൊരു എന്താ പറയണമെന്നറിയില്ല, എന്നാലും വലിയൊരു ഇതായി. എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നജീം ഫാസിൽ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ ഷമീർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ ടെൻഷനായിപ്പോയി നമുക്ക്. പിന്നെ രാവിലെ ആ ന്യൂസ് തന്നെ വലിയ നമുക്കൊരു ഷോക്കായിപ്പോയി. എണ്ണിച്ചപ്പോൾ തന്നെ ആ ന്യൂസാണ് നമുക്കറിയുന്നത്. അത് കൊച്ചുനാൾ തൊട്ടേ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, ഒരേ നാട്, പിന്നെ ഒരേ നാടും ഒരുമിച്ച് വളർന്നതും കളിച്ചും എല്ലാം. അവസാനം പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് സംസാരിക്കുന്നത്. 8 മാസം മുമ്പാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഫോണിൽ കൂടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾറെഡി മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമായിരുന്നു. ഇപ്പം ഒരുപാട് എന്താ അറിഞ്ഞിട്ടുണ്ട്, വൈഫ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കാണുന്നതാണ്. അപ്പം നജീമും ഈ ഷമീറും പ്രൈവറ്റ് ബസ്സിലെ വർഷങ്ങൾക്ക് മുമ്പേ ഡ്രൈവറാണ്. നമ്മളെയൊക്കെ കൈ തെളിച്ച് ഫീൽഡിലെത്തിയത് ഷമീറാണ്, ഈ മരണപ്പെട്ട ഷമീർ. ഇപ്പം നജീമിനെ കുറച്ചും കോൺടാക്ട് ചെയ്തപ്പം പുള്ളി സംസാരിക്കാൻ വയ്യ. ഈ മരണ വാർത്ത അതായത് ഒരേ റൂമിൽ ഒരേ രീതിയിൽ തന്നെ ഇരുന്ന് നടന്ന ഒരു ഇതായിട്ട് തന്നെയാണ് അതിൻ്റെ. ഇവിടുന്ന് പോയതും നാട്ടിൽ വന്നാലും ഒരുമിച്ച് എല്ലാം. ഇപ്പം വിവാഹം നടന്നതും അത് ആ ഒരു ഇത്, അതായത് ഒരു ചേട്ടനിയന്മാരുടെ കൂട്ടാൻ ബന്ധമാണ് പുള്ളി. അപ്പം എൻ്റെ ചേട്ടനോട് സംസാരിച്ചായിരുന്നു. ഉച്ചയായപ്പം വിളിച്ചായിരുന്നു, വീഡിയോ കോളോട് കാണാൻ പറ്റിയായിരുന്നു. അപ്പം സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു, കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് മുന്നേ വീട്ടിൽ വിളിച്ചായിരുന്നു, വൈഫിനോടൊക്കെ സംസാരിച്ചായിരുന്നു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ അടുത്തുള്ളൊരു റൂമിന് അടുത്തുള്ളവരൊക്കെ മരണപ്പെട്ടത് അങ്ങനെ അറിഞ്ഞ് ഒരു വിഷമത്തിലാണ്. കെട്ടിടത്തിനെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞില്ല. ആരോ ഒന്ന് കഥകിന് തട്ടി, കഥക് തുറന്ന് നോക്കിയപ്പോൾ പുകയായിരുന്നു, കഥക് അടച്ചെടുത്ത് ചാടിയെന്നാണ് പറഞ്ഞത്. ഫോണുമായിട്ടെടുത്ത് ചാടി. ഷമീർക്കായി കോൺടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല, നെറ്റ് ഓഫായിരുന്നു. രണ്ടുപേരും 2 നിലയിലായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലും മറ്റേ ഷമീർക്ക 6 ആയിരുന്നു. 6 ആയിരുന്നു. 6ലും ചാടിയായിരുന്നു. കൂടെ ഒരു ബംഗാൾ സ്വദേശി നിന്നു ചാടിയായിരുന്നു. ആ പുള്ളി ഒരു പരിക്കുകളൊന്നുമില്ല, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു.
പിന്നെ ഷമീർക്ക് അവിടെ ചാടാൻ പറ്റിയില്ല എന്നെന്താ അതെന്താന്ന് കറക്റ്റായിട്ട് ഇതുവരെ അറിവില്ല. ആ ഇതുപോലെ ശ്വാസം അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, രോഗം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടി പുകയും കൂടി ശ്വസിച്ച് എന്താ ഇവിടെ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു ആകാശ് എന്ന് തോന്നുന്നു പേര്, അതുപോലെ മരണപ്പെട്ടെന്ന് പറഞ്ഞു. പുള്ളി 8 കൊല്ലമായിട്ടും കണ്ട അവിടെ ഉള്ളതായിരുന്നു പറഞ്ഞു കേട്ടു. 11 പേര് മരിച്ചെന്നാണ് ഇപ്പോൾ പറയുന്നതെല്ലാം. അവിടെയും ഇതുപോലൊക്കെ തന്നെയാണ് പറയുന്നത്. കാണാതായവരൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട്.